ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഞാൻ പെരുന്നാളിന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2 പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇടുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതാണ്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഫുള്ളായിട്ട് വീഡിയോ കാണും വേണം, സ്കിപ്പ് ചെയ്ത് പോവില്ലേ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്ത് പോവല്ലേ. അപ്പോൾ അന്ന് പെരുന്നാളിന് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബ്രെഡ് വെച്ചിട്ടും ബിസ്ക്കറ്റ് വെച്ചിട്ടായിരുന്നു. രണ്ടും ഭയങ്കര ഈസിയാണ്, ചെറിയ മക്കൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കുക. പിന്നെ തലേ ദിവസമൊന്നും ഉണ്ടാക്കി വെക്കണ്ട, 1 മണിക്കൂർ മുന്നേ ഉണ്ടാക്കിയാലും മതി. വലിയ പണി ചിലവൊന്നുമില്ല, വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പുഡിങ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഇനി ഒരു 3-4 ടീസ്പൂൺ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇടാം. ഞാൻ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എനിക്കിവിടെ കുറച്ച് മധുരം മതി, അപ്പോൾ അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കരിഞ്ഞ പോലെ ആവും, നോക്കണം കേട്ടോ. കരിയരുത്, കളറ് മാറിയിട്ട് ചെറിയതായിട്ട് കളറ് മാറി വന്നാൽ മതി. അല്ലാണ്ട് നമുക്ക് നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിൻ്റെ ചെറിയൊരു ഷെയ്ഡ് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ പഞ്ചസാര കാരമലായി വന്നിട്ടുണ്ട്. നോക്കി നോക്കി അത്ര കളറ് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത്ര കളറ് മാറിയാൽ മതി. കളറ് മാറിയാൽ കരിഞ്ഞൊരു കയ്പ്പ് രസം വരും. ഇനി അതിലേക്ക് കുറച്ച് പാൽ, ഞാനൊരു പാക്കറ്റിൻ്റെ പകുതി പാലെടുത്തിട്ടുള്ളൂ. ആ പാലൊഴുക്കി എനിക്കിവിടെ കുറച്ച് മതിയല്ലോ. അപ്പോൾ നിങ്ങളെ അളവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക എന്താണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കട്ട പിടിച്ച പോലെ ഉള്ളതൊന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞാൽ എന്നെ ശരിയായിക്കോളും, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അത് കുറച്ച് കഴിഞ്ഞാൽ എന്നെ അതിൽ അലിഞ്ഞ് പോയിക്കോളും. അപ്പോൾ പതുക്കനൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ ഇളനീർ പുഡിങ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ നമ്മളെ റവക്ക് വെച്ചിട്ടുള്ള പുഡിങ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമായിരുന്നു. പേടിച്ചിട്ട് ഉണ്ടാക്കിയത്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി. അതിലേറ്റവും രസമുണ്ടായിരുന്നത് നമ്മുടെ ബ്രെഡിൻ്റെ പുഡിങ് ആയിരുന്നു. അപ്പോൾ അത് പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പാൽ തിളക്കണതിൻ്റെ അനുസരിച്ചിട്ട് പഞ്ചസാരൊക്കെ അതിൽ അലിഞ്ഞ് പോയില്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു കളറായി വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ മിൽക്ക് മെയ്ഡ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മധുരം കുറവ് മതി, ഇവിടെ കുറച്ച് മധുരം മതിയല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൂ. പിന്നെ വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചത്. വിപ്പിംഗ് ക്രീം ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും 2-3 കൂടിയിട്ടൊന്ന് മിക്സായി വന്നതിൻ്റെ ശേഷം തിളക്കൊന്നും വേണ്ട കേട്ടോ. വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഒന്ന് ചൂടായാൽ മതി, എന്നിട്ട് അത് ഇറക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിൽ ബ്രെഡിൻ്റെ 4 ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഈ നമ്മൾ കുറച്ച് നേരത്തെ വെച്ചാൽ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. ചൂട് കൊടുക്കണം, ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അവിടെയൊക്കെ ബ്രെഡ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. അതിപ്പോൾ വലിയ പാത്രം എടുക്കണ്ടല്ലോ വിചാരിച്ചാൽ അതിനുള്ളതില്ലല്ലോ, കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ പാത്രം എടുത്തുള്ളൂ. അപ്പോൾ അത് ഇനി ഒരു ലെയറും കൂടി നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഗ്യാപ്പുള്ളിടത്തൊക്കെ നമുക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഗ്യാപ്പുള്ളത് അവിടെയൊക്കെ ബ്രെഡ് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി ആ കൂട്ട് ബാക്കിയും കൂടി അതിൽ ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തണം കേട്ടോ. ഒന്ന് അലിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ച് കൊടുക്കുക. ആ പാലിൻ്റെയും മറ്റേ വിപ്പിംഗ് ക്രീമിൻ്റെ ആ കൂട്ട് ഒന്നും കൂടി എല്ലാ ഭാഗത്തേക്കും ഒഴിച്ച് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ മീതെ കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്കിവിടെ മധുരം കുറച്ച് മതി, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യണുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മീതെ കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ബിസ്ക്കറ്റ് കൊണ്ടുള്ള പുഡിങ്ങും അതേ കൂട്ട് തന്നെയാണ്. ബിസ്ക്കറ്റ് വേണമെങ്കിൽ ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ ഇട്ടു, ഒന്ന് കടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടൂല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബിസ്ക്കറ്റ് പൊട്ടിക്കാതെ അങ്ങനെ വെച്ചത്. നമുക്കൊന്ന് ചതച്ച് നമ്മളെ കല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ച് കൊടുത്തിട്ടാണെങ്കിലും ഇടാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് അലിഞ്ഞ് പോകും, ഇത് അലിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ബ്രെഡിന് ഒഴിച്ചില്ലേ, നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചില്ലേ, അതേ മിക്സിനാണ് ഇതിൽ ഒഴിച്ചേക്കുന്നത്. ഇതിനായിട്ട് വേറെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് പൊട്ടിച്ചിട്ടോളൂ. ഞാൻ ആ ഒരു കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ഇനി അത് കുറച്ചും കൂടി ബിസ്ക്കറ്റ് വെക്കുക. മധുരമില്ലാത്ത ബിസ്ക്കറ്റാണ്, ഞാനിവിടെ ആറാറോട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടി അതിൻ്റെ മീതൊക്കെ ഒഴിച്ച് കൊടുക്കുക. ചൂട് കൊടുക്കണ ഒഴിച്ച് കൊടുക്കണം, കാരണം അതൊന്നും അലിഞ്ഞും. ഇനി ബാക്കിയുള്ളതും കൂടി അതിൻ്റെ മീതൊക്കെ ഒഴിച്ച് കൊടുക്കുക. അതോടുകൂടിയിട്ട് നമ്മളെ പുഡിങ്ങിൻ്റെ പകുതി പണി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് രണ്ടും ഒന്ന് നമുക്ക് മാറ്റിയേക്കും, ഒന്ന് കുതിരട്ടെ. ബ്രെഡും ബിസ്ക്കറ്റും ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ അളന്നിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, നമുക്ക് ഒരു കുറച്ചല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ അളക്കാനും നിന്നിട്ട്, പിന്നെ നേരം വൈകിട്ടാണല്ലോ, പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടാക്കിയതാണ്. തലേ ദിവസം ഒന്നും ഉണ്ടാക്കി വെച്ചില്ല, പുഡിങ് ഉണ്ടാക്കില്ല എന്നൊക്കെ വിചാരിച്ചത്. പിന്നെ എല്ലാതും കഴിഞ്ഞപ്പോൾ പുഡിങ്ങിൻ്റെ ഒരു കുറവുണ്ടല്ലോ വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഒരു 1/2 മണിക്കൂറിൽ നമുക്ക് പുഡിങ് റെഡിയാവും, 1 മണിക്കൂറിൽ സെറ്റാവുകയും ചെയ്യും.
അപ്പോൾ ഒന്ന് ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല രസമാണ്. നമുക്ക് വിരുന്നേരമൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം, പിന്നെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ആവുമൊന്നും വേണ്ട, നമ്മൾ കേക്കിൻ്റെ അത്ര ആവുമൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്നും ആയാൽ മതി. ഇതിൽക്കും ഞാൻ പഞ്ചസാര ഇടുന്നില്ല. വിപ്പിംഗ് ക്രീമിൽ മധുരം ഉണ്ടല്ലോ, പിന്നെ മധുരം ഇതിലുള്ളത് കാരണം മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത് കാരണമാണ് ഞാൻ പിന്നെ പഞ്ചസാര ഒന്നും ഇടാഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഞ്ചസാര ചേർത്തോളൂ. ഇതിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കുക, നമ്മൾ കേക്കിലൊക്കെ ചേർക്കണ പോലെ കുറച്ച് പഞ്ചസാര ഒക്കെ ചേർക്കുക, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അതും ചേർക്കാം. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, ഞാൻ വെറുതെ ഇത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് മുന്നേ അവിടെ വെച്ചതാണല്ലോ. അപ്പോൾ അതിൻ്റെ മീതെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇത് പുഡിങ് ട്രേയിലൊക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തേക്കും ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഉള്ളത് വലുതാണ്, പിന്നെ അതിലേക്കുള്ളത് ഉണ്ടാക്കണമില്ല. പിന്നെ 2 ലെയറാക്കി ചെയ്യുമ്പോഴൊന്നും കുറച്ചല്ലേ ഉള്ളൂ, ഒരു ലെയറിന് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ അതാണ് ഈ ഒരു പാത്രം എടുത്തത്. ഇനി അതിൻ്റെ മീതക്ക് കുറച്ച് ചോക്ലേറ്റ് പൊടിച്ചതും പിന്നെ അണ്ടിപ്പരിപ്പ് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ഉള്ളത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി മറ്റതും ബാക്കിയുള്ളതും കൂടി അതേപോലെ ചെയ്തെടുക്കുക. നമ്മൾ ബിസ്ക്കറ്റിൻ്റെ മീതെ ഈ വിപ്പിംഗ് ക്രീം തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ കുറച്ച് മുന്നേ പൊടിച്ച് വെച്ചാൽ ചോക്ലേറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ, അതും ചോക്ലേറ്റ് പൊടിച്ചതും പിന്നെ അണ്ടിപ്പരിപ്പ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ബിസ്ക്കറ്റിൻ്റെ പുഡിങ്ങാണ് കേട്ടോ. ബിസ്ക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചിടുകയാണെങ്കിൽ ഒന്നും കൂടി അലിഞ്ഞ് വരും. ഇത് ഞാൻ അങ്ങനെ നന്നായി അലിയണ്ട, അങ്ങനെ കടിച്ചാൽ കിട്ടുന്ന പോലെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ ഇട്ടത്. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ പുഡിങ് കണ്ടില്ലേ, ബിസ്ക്കറ്റ് അങ്ങനെ നന്നായി അലിഞ്ഞിട്ടൊന്നുമില്ല, നമുക്കിങ്ങനെ കടിക്കുമ്പോൾ ബിസ്ക്കറ്റിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് നന്നായി സെറ്റായിട്ടുണ്ടായിരുന്നു. ബ്രെഡിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്രെഡിൻ്റെ തന്നെയാണ് കേട്ടോ. ബ്രെഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും രസമായിരുന്നു. അപ്പോൾ ഒന്ന് ഈ ബ്രെഡ് പുഡിങ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.